നമസ്കാരം. മാസ്റ്റർ ഡ്രൈവിംഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഡ്രൈവിംഗ് പഠനത്തിലെ പാർട്ട് 1 ബേസിക് കാര്യം എന്ന് പറയുന്നത് ഡോർ ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ്. അതെന്താണെന്നുള്ളത് ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റാണ്. അപ്പോൾ DSSSMലെ ആദ്യത്തെ S എന്ന് പറയുന്നത് സീറ്റാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സീറ്റാണ്. അപ്പോൾ സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സീറ്റ്, സീറ്റിന് എത്ര ഭാഗങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കണം. ഇതൊക്കെ ഏതെങ്കിലും ഗ്രൗണ്ടിൽ വണ്ടി ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്, ചെയ്ത് നോക്കണം. സ്വന്തമായിട്ട് വണ്ടിയുള്ളവരും കൃത്യമായി ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ് സീറ്റ്, എത്ര ഭാഗങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സീറ്റിൻ്റെ ഈ ഭാഗം എന്ന് പറയുമ്പോൾ ബേസാണ്, നമ്മൾ ഇരിക്കുന്ന ഭാഗം. ഇതാണ് ബേസ്. അപ്പോൾ സീറ്റിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ബേസാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ബാക്ക് റെസ്റ്റൈൻ എന്ന് പറയും. നമ്മൾ പുറം ഭാഗം ചാരിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള ഭാഗം ഹെഡ് റെസ്റ്റൈൻ എന്നാണ് പറയുക, തല ചാരി വയ്ക്കാനുള്ളത്. അപ്പം ഈ ഭാഗം ആദ്യം കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ആദ്യം വണ്ടി കയറിയിരുന്നതിന് ശേഷം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ബേസ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബേസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സീറ്റിൻ്റെ അടിയിൽ ഒരു ലിവർ ഉണ്ടാവും. ആ ലിവറിനെ മേളിലോട്ട് പൊക്കുക, അപ്പോൾ ഫ്രീ ആവും സീറ്റ്. അപ്പോൾ ബേസ് അഡ്ജസ്റ്റ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്ലച്ചിലോട്ട് കാല് വരണം, ലിവറിലോട്ട് കൈയും പോകണം. വലത് കൈ വന്നിട്ട് സ്റ്റിയറിങ്ങിൻ്റെ താഴ്ഭാഗത്ത് വേണം പിടിക്കാൻ. എന്നിട്ട് ആ ലിവർ പതുക്കെ മുകളിലേക്ക് പൊക്കിയിട്ട് ഈ സീറ്റ് ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ക്ലച്ചും ഫുള്ളായി അമർത്തുക. ഓക്കെ, അമർത്തിയിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കാൽഭാഗം V ഷേപ്പിലായിരിക്കും വരിക. V ഷേപ്പിൽ വരണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ ബേസ് അഡ്ജസ്റ്റബിൾ ആയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത് ബേസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് റെസ്റ്റൈൻ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ, പുറം ഭാഗം. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലത് കാലിൻ്റെ താഴെ സീറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് ലിവർ കാണും. അതിന് മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമായിട്ട് ബേസ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ല നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണം, എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോഴോ കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഫുള്ളായി പൊക്കിയാൽ ഈ സീറ്റ് ഫുള്ളായിട്ട് കിടത്താൻ പറ്റും. എന്നിട്ട് നമ്മൾക്ക് കിടക്കാനോ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം രണ്ടാമത്തെ കാര്യം ബാക്ക് റെസ്റ്റൈൻ അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യം ബേസ് അഡ്ജസ്റ്റ് ചെയ്യുക, 2 ബാക്ക് റെസ്റ്റൈൻ അഡ്ജസ്റ്റ് ചെയ്യുക. മൂന്നാമത്തേതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഹെഡ് റെസ്റ്റൈൻ ആണ്. നമ്മുടെ തല പുറം ഭാഗം നമുക്ക് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സീറ്റിൻ്റെ പുറം ഭാഗത്ത് ഹെഡ് റെസ്റ്റൈൻ ഉണ്ടാവും. ഇതിലിപ്പോൾ ക്ലോസ് ആക്കിയതുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതായത് ലോക്കുണ്ട്, ലോക്കിന് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ചെവിയുടെ ഈ ഭാഗം, മധ്യഭാഗം, സെൻട്രൽ പോർഷൻ ഹെഡ് റെസ്റ്റൈൻ്റെ സെൻറ്ററും ചെവിയുടെ സെൻറ്ററും കൂടെ ഈക്വലായി വരുന്ന രീതിയിൽ വേണം നമ്മൾ ഹെഡ് റെസ്റ്റൈൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ സീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ 3 കാര്യങ്ങൾ, എന്താണ് സീറ്റ്, അതിന് എത്ര ഭാഗങ്ങളുണ്ട്, എങ്ങനെയാണ് ബേസും ബാക്ക് റെസ്റ്റൈനും ഹെഡ് റെസ്റ്റൈനും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് രണ്ടാമതായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.